കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത വി.ഡി. സതീശൻ അധികാരമേറ്റു. ഗവർണർ രാജേന്ദ്ര ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഞാൻ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യും. ഞാൻ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിൽ എന്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എന്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആൾക്കോ ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. വി.ഡി. സതീഷിനു പുറമെ 21 മന്ത്രിസഭയിലെ പി.കെ. കുഞ്ഞാലിക്കുട്ടി, രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ. മുരളീധരൻ, മോൻസ് ജോസഫ്, ഷിബു ബേബി ജോൺ, സി.പി. ജോൺ, അനൂപ് ജേക്കബ്, എ.പി. അനിൽകുമാർ, ബിന്ദു കൃഷ്ണ, പി.സി. വിഷ്ണുനാഥ്, എം. ലിജു, ടി. സിദ്ദിഖ്, റോജി എം. ജോൺ, ഒ.ജെ. ജനീഷ്, കെ.എ. തുളസി, പി.കെ. ബഷീർ, എൻ. ഷംസുദ്ദീൻ, കെ.എം. ഷാജി, വി. അബ്ദുൾ ഗഫൂർ എന്നിവരും സത്യപ്രതിജ്ഞ ചെയ്തു. കെ. മുരളീധരൻ ഇംഗ്ലീഷിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഷിബു ബേബി ജോണും സി.പി. ജോണും സൗഗൗരവമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. മറ്റുള്ളവർ ദൈവനാമത്തിലും സത്യപ്രതിജ്ഞ ചെയ്തു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഡി.കെ. ശിവകുമാർ, രേവന്ത് റെഡ്ഡി തുടങ്ങിയ നേതാക്കളും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ, സി.പി.എം. സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ, സി.പി.ഐ. സി.പി.എം. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്യം, വിവിധ സാമൂഹിക നേതാക്കൾ, മതമേലധ്യക്ഷന്മാർ തുടങ്ങിയവരും ചടങ്ങിനെത്തി. 6 പതിറ്റാണ്ടിനു ശേഷമാണ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഒരു സമ്പൂർണ്ണ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തത്. 2021 കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കപ്പെടുകയും പ്രതിപക്ഷ നേതാവാകുകയും വി.ഡി. സതീശൻ ചെയ്തു. കെ.എസ്.യുവിലൂടെ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച അദ്ദേഹം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ തമിഴ്നാടിന്റെ ചുമതലയുള്ള സെക്രട്ടറിയായും കെ.പി.സി.സി. വൈസ് പ്രസിഡന്റായും പാർട്ടി ചുമതലകളും വഹിച്ചിട്ടുണ്ട്. രാഷ്ട്രീയക്കാർക്കിടയിലെ മികച്ച വായനക്കാരൻ കൂടിയാണ്. സോഷ്യോളജിയിലും നിയമത്തിലും ബിരുദധാരിയാണ്. മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനാവുന്നതിന് മുൻപ് ഹൈക്കോടതിയിൽ അഭിഭാഷകനായിരുന്നു. ഒട്ടേറെ ട്രേഡ് യൂണിയനുകൾ നയിച്ചു. എറണാകുളം നെട്ടൂർ വടശ്ശേരി പരേതനായ കെ. ദാമോദരമേനോന്റെയും വിലാസിനി അമ്മയുടെയും മകനായി 1964 മെയ് 31 വി.ഡി. സതീശൻ ജനിച്ചത്. 4 സഹോദരന്മാരും ഒരു സഹോദരിയുമുണ്ട്. വടക്കൻ പറവൂരിലെ കേസരി ജംഗ്ഷനിൽ ദേവരാഗം വീട്ടിലാണ് താമസം. ഭാര്യ ലക്ഷ്മി, മകൾ ഉണ്ണിമായ ഗവേഷക വിദ്യാർത്ഥിയാണ്. സതീശൻ മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായി ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ് രമേശ് ചെന്നിത്തല. മന്ത്രിമാരിലെ സീനിയർ മുഖമായ രമേശ് ചെന്നിത്തലയ്ക്ക് മന്ത്രി പദവിയിലെ 3ാം ഊഴമാണ്. 2ാം വട്ടമാണ് ആഭ്യന്തരമന്ത്രി പദവിയിലേക്ക് എത്തുന്നത്. 2011 ഉമ്മൻചാണ്ടി സർക്കാരിൽ അവസാന 1 വർഷം ആഭ്യന്തരമന്ത്രിയായിരുന്നു ചെന്നിത്തല. 86 30ാം വയസ്സിൽ കരുണാകരൻ സർക്കാരിൽ മന്ത്രിയായ നേതാവ് കൂടിയാണ് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രി ഉൾപ്പെടെ 14 പേർ പുതുമുഖങ്ങളാണ്. പട്ടികജാതി വിഭാഗത്തിൽ നിന്നും 2 പേരുണ്ട്. മുഖ്യമന്ത്രിക്ക് പുറമെ 11 പേരാണ് കോൺഗ്രസിൽ നിന്നുള്ളത്. 9 അംഗങ്ങളുള്ള ഈഴവ സമുദായത്തിന് ലഭിച്ചത് 3 മന്ത്രിസ്ഥാനങ്ങൾ മാത്രം. മുതിർന്ന നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് സ്പീക്കർ. ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറാകും. 2ാം കേരള നിയമസഭയിൽ എ. നഫീസത്ത് ബീവി ഡെപ്യൂട്ടി സ്പീക്കർ പദവി വഹിച്ച ശേഷം ആദ്യമായാണ് ഒരു വനിത ഈ പദവിയിൽ വരുന്നത്. ചാണ്ടി ഉമ്മൻ ആദ്യ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നുവെങ്കിലും അവസാന നിമിഷം ഒഴിവായി. റോജി എം. ജോൺ ഇടം പിടിച്ചു. ഒ.ജെ. ജനീഷ് അവസാന നിമിഷമാണ് ഉൾപ്പെട്ടത്. മുൻ യു.ഡി.എഫ്. മന്ത്രിസഭയിൽ മുഴുവൻ സമയ മന്ത്രിയായിരുന്ന അനൂപ് ജേക്കബിന് ഇക്കുറി 2.5 വർഷമേ ലഭിക്കൂ എന്നാണ് അറിയുന്നത്. ബാക്കി 2.5 വർഷം യു.ഡി.എഫ്. സ്വതന്ത്രൻ മാണി സി കാപ്പന് ലഭിക്കും. കെ.എ. തുളസിക്ക് ആദ്യ 2.5 വർഷവും തുടർന്ന് ഐ.സി. ബാലകൃഷ്ണനുമാവും ലഭിക്കുക. ഭൂരിപക്ഷ മന്ത്രിമാരും കെ.സി. പക്ഷക്കാരാണെങ്കിലും ചെന്നിത്തല ആവശ്യപ്രകാരമാണ് തുളസിയെയും ബാലകൃഷ്ണനെയും പരിഗണിച്ചത്. ഔദ്യോഗികമായി ഈ ധാരണ പ്രഖ്യാപിച്ചിട്ടില്ല. മുസ്ലിം ലീഗിൽ
പാറയ്ക്കൽ അബ്ദുള്ളയെ ഒഴിവാക്കിയാണ് പി കെ ബഷീറിനെ ഉൾപ്പെടുത്തിയത്. 2001 മുതൽ 5 തവണ പറവൂരിൽ നിന്ന് ജയിച്ചു. പരിസ്ഥിതി സൗഹൃദ രാഷ്ട്രീയത്തെ പ്രതിനിധാനം ചെയ്യുന്നതിനായി രൂപവൽക്കരിച്ച ഹരിത MLA എന്ന കൂട്ടായ്മയിലൂടെയാണ് ശ്രദ്ധേയനാകുന്നത്. നിയമസഭയിൽ എസ്റ്റിമേറ്റ് കമ്മിറ്റി ചെയർമാനായും പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി ചെയർമാനായും പ്രവർത്തിച്ചു. സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ മന്ത്രിമാർക്കും കുടുംബത്തിനും ഗവർണറുടെ സൽക്കാരമുണ്ട്. തുടർന്ന് ആദ്യ മന്ത്രിസഭായോഗം വമ്പൻ ജനപ്രിയ തീരുമാനങ്ങൾക്ക് സാധ്യതയുമുണ്ട്. ആശാപ്രവർത്തകരുടെ ഓണറേറിയം കൂട്ടും. കൊച്ചി മാതൃകയിൽ സംസ്ഥാനത്താകെ ഇന്ദിരാ ക്യാന്റീൻ, KSRTCയിൽ സ്ത്രീകളുടെ സൗജന്യ യാത്രയിലും പ്രഖ്യാപനം വന്നേക്കും. മുഖ്യമന്ത്രിയുടെ ആദ്യ വാർത്താ സമ്മേളനവും വൈകിട്ട് നടക്കും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.